അമ്മ ഇങ്ങനെ വിഷമിക്കണ്ട. ഇവിടെയുള്ളവരുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാത്തതല്ലല്ലോ. വൈകിട്ടായപ്പോഴും വിഷമത്തോടെ വീടിന്റെ പിന്നാമ്പുറത്ത് നനകല്ലിൽ താടിക്ക് കൈകൊടുത്ത് വിഷമത്തോടെ ആലോചിച്ചിരിക്കുന്ന ദീപയെ കണ്ട് ആർദ്ര പറഞ്ഞു. എനിക്കറിയാം മോളെ, പക്ഷെ എൻ്റെ മക്കള് ഇത്രയും തരം താഴ്ന്നു പോയത് ഞാൻ അറിഞ്ഞില്ല. അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ആകെ വല്ലായ്മ തോന്നുന്നു. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവർ പറഞ്ഞു. ദേവികേട്ടത്തിക്ക് പണമെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു തരം ആർത്തിയാണ് എന്ന് നമുക്കറിയുന്നതല്ലേ. ഇനി അതോർത്ത് അമ്മ വിഷമിക്കേണ്ട. അവർക്കരികിൽ കിടന്ന പൊക്കം കുറഞ്ഞ സ്റ്റൂളിലേക്കിരുന്ന് ആർദ്ര പറഞ്ഞു. ആ പെങ്കൊച്ചിന് വേണ്ടി ഒരു തരി പൊന്നോ ഒരു രൂപയോ ഞാൻ ചിലവാക്കിയിട്ടില്ല. എന്നിട്ടും ദേവിക എന്തൊക്കെയാണ് പറഞ്ഞത്. അവൾ കഴിച്ച ആഹാരത്തിന് പോലും കണക്ക് പറയുന്നു. എൻ്റെ ചേച്ചിയും ചേട്ടനും ഇവനെയൊക്കെ പഠിപ്പിക്കാനും ആ ഷോപ്പ് തുടങ്ങാനും ഒക്കെ എത്ര കാശ് കൊടുത്തിട്ടുണ്ടെന്നോ. എന്നിട്ടും ആ കൊച്ചിനെ ഒന്ന് സ്നേഹത്തോടെ ഇവർ രണ്ടാളും നോക്കിയിട്ടില്ല. ഇവനൊക്കെ നാളെ ഒരു കാലത്ത് എനിക്കൊരു അവശത വന്നാൽ എന്നോട് എങ്ങനെ പെരുമാറുമെന്ന് ആലോചിച്ച് പോകുവാണ് ഞാൻ. പോട്ടെ, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. എന്തായാലും സച്ചിച്ചേട്ടനോടോ ഗൗരിയോടോ നേരിട്ട് ചോദിക്കാതെ അമ്മയോടായത് നന്നായി. അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആർദ്ര അവരോട് തോളി തട്ടി. അങ്ങോട്ട് ചെന്ന് ചോദിക്കട്ടെ, ആ ചെറുക്കൻ്റെ കൈ ഇവൻ്റെ തിരുമോന്തയിലിരിക്കും, ദേഷ്യത്തോട് ദീപ പറഞ്ഞു. എന്തായാലും ഈ സംഭവം അവിടെ ആരും അറിയാതിരിക്കട്ടെ, ഇല്ലെങ്കിൽ മോശമാണ്. ഇന്ന് ഞാൻ ഇവളോട് ഫോണിൽ സംസാരിക്കുമ്പോൾ സീത കേട്ടുവെന്ന് എനിക്ക് സംശയം തോന്നിയിരുന്നു. എന്നിട്ട് സീതമ്മ എന്തേലും ചോദിച്ചോ? ആദ്ര ആകാംക്ഷയോടെ തിരക്കി. ഇല്ല, കേട്ടിരുന്നുവെങ്കിൽ എന്താണെന്ന് എങ്കിലും എന്നോട് ചോദിക്കുമായിരുന്നു, ദീപ ഉറപ്പോടെ പറഞ്ഞു. അമ്മ ഇനി ഉടനെ അങ്ങോട്ട് പോകുന്നുണ്ടോ? നാളെ പോകും. പെണ്ണ് ഈ അവസ്ഥയിൽ നിൽക്കുന്നത് കണ്ട് വന്നതല്ലേ, ഒരു സമാധാനമില്ല. അതിനൊട്ടും വയ്യ. കുഞ്ഞല്ലേ അവൾ, 21 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ. പുറമേ വലിയ ധൈര്യമൊക്കെ കാണിക്കുന്നുണ്ട് അവള്. പക്ഷേ ഉള്ളിൽ നല്ല പേടിയുണ്ട്. അതാണ് ഇടയ്ക്കിടെ വല്ലാതെ കുഴഞ്ഞു പോകുന്നത്. പിന്നെ പ്രസവിച്ച് വീട്ടിലെത്തിയാലും സീതയെ കൊണ്ട് ഒറ്റയ്ക്ക് കുഞ്ഞിൻ്റെയും ഗൗരിയുടെയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ രമ വരും. എങ്കിലും ഞാനും കൂടെ ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ. ഗൗരിയുടെ ഓരോ അവസ്ഥയും ഓർത്ത് ദീപ പറഞ്ഞു. അമ്മ പോയാലും ഇല്ലെങ്കിലും ഗൗരിയെ വേദ് കുളിപ്പിക്കാനും മറ്റുമായിട്ട് സച്ചിച്ചേട്ട ആളെ വെക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആർദ്ര ഒരു ചിരിയോടെ പറഞ്ഞു. അവൻ ആളെ വെക്കട്ടെ, അതിന് നീ എന്തിനാ പെണ്ണെ ചിരിക്കുന്നത്? ആർദ്ര കളിയാക്കി ചിരിക്കുന്നു എന്ന് തോന്നിയ ദീപ തിരക്കി. എൻ്റെ അമ്മേ, ഞാൻ ആ ചേട്ടന് ഗൗരിയോടുള്ള കരുതലും സ്നേഹവും കണ്ടതല്ലേ. അതൊക്കെ ഓർത്ത് ചിരിച്ചതാണ്, അല്ലാതെ വേറൊന്നുമല്ല. അവരുടെ കവളി പിടിച്ച് വലിച്ചു വിട്ടുകൊണ്ട് ആർദ്ര പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ്. ഗൗരി എന്ന് പറഞ്ഞാൽ ആ ചെക്കൻ ഒരു തരം ഭ്രാന്താണ്. അതിൻ്റെ മുഖം ഒന്ന് വാടിയാൽ അവൻ സഹിക്കില്ല. അവർ എന്നും അങ്ങനെ തന്നെ കഴിയാൻ ദൈവം അനുഗ്രഹിക്കട്ടെ, ദീപ ആത്മാർത്ഥമായി തന്നെ പറഞ്ഞു. എന്നാൽ ഇതൊക്കെ കേട്ട് അടുക്കളയിൽ നിന്ന ദേവികയിൽ കുശുമ്പും ദേഷ്യവും നുരഞ്ഞു പൊന്തി. ചെറിയമ്മ പെട്ടെന്ന് വീട്ടിലേക്ക് പോയത് എന്താവും സച്ചുവേട്ടാ? രാത്രി ആഹാരമൊക്കെ കഴിഞ്ഞ് മുറ്റത്തൂടെ സച്ചുവിൻ്റെ കൈയും പിടിച്ച് പതിയെ നടക്കുന്നതിനിടെ ഗൗരി ചോദിച്ചു. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിക്കാണും ഗൗരി. ആള് നാളെ ഇവിടെ ഇങ്ങ് വന്നോളാം എന്നല്ലേ പറഞ്ഞത്? ഗൗരി ഒരു നിമിഷം ആലോചിച്ചിട്ടൊന്നും മൂളി. ഇനി നടക്കാൻ വയ്യ സച്ചുവേട്ടാ, കാലൊക്കെ വേദനിക്കുന്നു. മടി പിടിച്ച് നിന്നിടത്ത് നിന്ന് ഗൗരി പറഞ്ഞു. വയ്യാണ്ടാവാൻ 5 മിനിറ്റ് നടന്നില്ലല്ലോ, അതിനു മുമ്പ് മടി പിടിച്ചു എൻ്റെ കുഞ്ഞിനെ? സച്ചു അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. മടിയൊന്നും അല്ല സച്ചുവേട്ടാ, വയ്യാഞ്ഞിട്ടാണ്. ദേ വാവ കിടന്ന് തുള്ളുന്നു. വയറിൽ കൈ ചേർത്ത് വെച്ച ഭാഗത്തുനിന്ന് തലോടിയിട്ട് ഗൗരി പറഞ്ഞു. ആണോടാ കുഞ്ഞാ? വാവേൻ്റെ ഗൗരിയെ ഒത്തിരി കഷ്ടപ്പെടുത്തുന്നുണ്ടോടാ? അവളെ പൊതിഞ്ഞു പിടിച്ച് വിരൽ കൊണ്ട് താഴ്ത്തുമ്പൊന്ന് ഉയർത്തി അവൻ തിരക്കി. കഷ്ടപ്പെടുത്തുന്നോന്നോ? ഒന്ന് പോയേ സച്ചുവേട്ടാ, നമ്മുടെ വാവയല്ലേ, അവൻ ചാടിത്തുള്ളട്ടെ. സച്ചുവിൻ്റെ നെഞ്ചോരം കവിൾ ചേർത്ത് ഗൗരി പറഞ്ഞു. ആണോ? എന്നാ തുള്ളിക്കോട്ടെ, നമുക്ക് അകത്തേക്ക് പോയാലോ? ചെറുതായി വിയർത്ത അവളുടെ മുഖത്തേക്ക് നോക്കി സച്ചു ചോദിച്ചു. ഗൗരി നേരത്തെ തളർച്ചയോടെ മൂളി. അവൻ ആ തളർച്ച അറിഞ്ഞതുപോലെ ഗൗരിയെ കോരിയെടുത്ത് അകത്തേക്ക് നടന്നു. ഇനി എന്നെ ഇങ്ങനെ എടുത്ത് നടക്കണ്ട കേട്ടോ സച്ചുവേട്ടാ. സച്ചു അവളെ ബെഡിലേക്ക് ശ്രദ്ധയോടെ കിടത്തുമ്പോൾ അവൾ പറഞ്ഞു. അതെന്താ, ഞാൻ എൻ്റെ ഗൗരിയെ ഒന്ന് പൊക്കിയെടുത്ത് നടന്നാൽ? തൽക്കാലം അതിനൊക്കെയുള്ള ആരോഗ്യം നിന്റെ കെട്ടിയവനുണ്ടടി പെണ്ണേ. അവളുടെ ഇത്തിരി വീർത്ത കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് സച്ചു ചിരിയോടെ പറഞ്ഞു. എനിക്കിപ്പോൾ നല്ല ഭാരമുണ്ട് സച്ചുവേട്ടാ, അതുകൊണ്ടാ പറഞ്ഞേ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ചിരിയോടെ തനിക്കടുത്ത് ചേർന്ന് കിടക്കുന്നവനെ നോക്കി ഗൗരി പറഞ്ഞു. ഓ അങ്ങനെ. എൻ്റെ ഗൗരി, നിനക്ക് അത്രയധികം ഭാരമൊന്നും ഇല്ല കുഞ്ഞേ. ഞാനിപ്പോൾ വേണേ നിന്നെ പൊക്കിയെടുത്ത് തോളിക്കെടുത്തി താരാട്ട് പാടും, കാണണോ? അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. യോ വേണ്ട എൻ്റെ പൊന്നെ. സച്ചുവിൻ്റെ കഴുത്തിൽ കൈ ചുറ്റി അവനോട് ഒട്ടിച്ചേർന്ന് ഗൗരി പറഞ്ഞു. സച്ചുവേട്ടാ. അല്പനേരം മിണ്ടാതെ കിടന്നിട്ട് ഗൗരി മെല്ലെ വിളിച്ചു. എന്താടാ? അവളുടെ മുഖത്തേക്ക് മുഖം ചേർത്ത് വെച്ച് അവൻ വിളി കേട്ടു. നമ്മുടെ വാവ അത് മോനാവോ അതോ മോളായിരിക്കോ സച്ചുവേട്ടാ? ഗൗരിയുടെ ആ ചോദ്യം കേൾക്കെ അവൻ അവളുടെ മുഖത്തേക്ക് ചേർത്ത് വെച്ചിരുന്ന മുഖമുയർത്തി അവളെ നോക്കി. ഇതുവരെ ഇങ്ങനെ ഒരു ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടില്ല. സച്ചു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. കണ്ണുകൾ വിടർത്തി അവനെ ഉറ്റുനോക്കി കിടപ്പുണ്ട് പെണ്ണ്. എന്തേ ഇതുവരെ ഇല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം? സച്ചു വലത് കൈ മുട്ട് ബെഡിൽ കുത്തി കൈപ്പത്തിയിൽ തല താങ്ങി കിടന്നുകൊണ്ട് ചോദിച്ചു. അറിയില്ല സച്ചുവേട്ടാ, ഇതുവരെ ഇത് മോളാവോ അല്ലെങ്കിൽ മോനാവോ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ പെട്ടെന്ന് തോന്നിയതാണ്.
അവൻ്റെ കൈയെടുത്ത് വയറിൽ വെച്ചിട്ട് ഗൗരി പറഞ്ഞു. പറയ് സച്ചുവേട്ടാ, വാവ മോനാവോ മോളാവോ? ഗൗരി വീണ്ടും അവനോട് ചോദിച്ചു. മോനായാലും മോളായാലും നമ്മുടെ കുഞ്ഞല്ലേ. എന്തായാലും എനിക്ക് സന്തോഷമാണ്. മുഖം താഴ്ത്തി അവളുടെ മുഖത്ത് ആകെ ഉമ്മ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പക്ഷേ എനിക്ക് എൻ്റെ സച്ചുവേട്ടനെ പോലെ ഒരു മോനാവണം എന്നാണ് ആഗ്രഹം. ഗൗരി വയറിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ മോളായാൽ നിനക്ക് ഇഷ്ടാവില്ലേ? സച്ചു പരിഭവത്തോടെ തിരക്കി. ഇഷ്ടാവില്ലേ എന്നോ? പിന്നെ ആവാതെ. ആദ്യത്തെ കുഞ്ഞ് ആണാവണം എന്ന ആഗ്രഹം ഉണ്ടെന്നേ ഉള്ളൂ. ഇനി മോളായാലും സന്തോഷം തന്നെയാണ്. ഗൗരി പുഞ്ചിരിയോടെ അവനോട് ചേർന്ന് മൂക്കിൽ മൂക്കുരസിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെയൊന്നും ഇപ്പം ചിന്തിക്കേണ്ട. നിന്നെയും നമ്മുടെ കുഞ്ഞിനെയും ആരോഗ്യത്തോടെ ഒരു കുഴപ്പമില്ലാതെ എനിക്കിങ്ങ് കിട്ടിയാൽ മതി. ആ ഒരു ആഗ്രഹം മാത്രമേ ഇപ്പം എനിക്കുള്ളൂ. പറഞ്ഞിട്ട് ഗൗരിയുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വെച്ച് നിറഞ്ഞു പോയ കണ്ണുകൾ അവളിൽ നിന്ന് ഒളിപ്പിച്ചു സച്ചു. സച്ചുവേട്ടന് പേടിയാണോ? ഗൗരി അവൻ്റെ തലമുടിക്കിടെ വിരൽ കടത്തി കോർത്തു വലിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഗൗരി, നിങ്ങളെ രണ്ടാളെയും ഒരു കുഴപ്പവും കൂടാതെ കാണും വരെ എൻ്റെ നെഞ്ചിങ്ങനെ പിടഞ്ഞുകൊണ്ടിരിക്കും. അവളെ പൊത്തി പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് സച്ചു പറഞ്ഞു. എൻ്റെ സച്ചുവേട്ടൻ പേടിക്കേണ്ട. ദേ പോയി ദാ വന്നു എന്നാരോ പറയും പോലെ ഞാൻ അങ്ങ് പോയി നമ്മുടെ വാവയുമായിട്ട് ഇങ്ങ് വരില്ലേ? അവനോട് പറഞ്ഞിട്ട് ഇരു കൈകൊണ്ടും അവൻ്റെ മുഖം കോരിയെടുത്ത് ചുണ്ട് ചേർത്ത് വെച്ചു ഗൗരി. ഗൗരി അവൾ അവനിൽ നിന്ന് അടർന്നു മാറിയ നിമിഷം കിതപ്പോടെ അവളുടെ പേര് വിളിച്ചുകൊണ്ട് ആ ചുംബനം സച്ചു ഏറ്റെടുത്തു. നിനക്ക് ഇന്നത്തെ ജ്യൂസ് ഇഷ്ടപ്പെട്ടോ സാക്ഷി? ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ച് അല്പം കഴിഞ്ഞതും ആലസ്യം നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കിയിരിക്കുന്ന സാക്ഷിയോട് അലീന ചോദിച്ചു. ഇഷ്ടായി. ഇന്ന് ജ്യൂസ് കുടിച്ചപ്പോൾ കുറച്ചുകൂടെ വേണമെന്ന് തോന്നി അലീന എനിക്ക്. മാടിയടയുന്ന കണ്ണുകൾ വലിച്ചു തുറന്ന് സാക്ഷി തൻ്റെ സീറ്റിലേക്ക് പോകാനായിട്ട് എഴുന്നേറ്റുവെങ്കിലും ഒന്ന് വേച്ചു പോയവൾ. എന്താടി, എന്തു പറ്റി നിനക്ക്? എന്തെങ്കിലും വയ്യാകയുണ്ടോ? സാക്ഷിയെ വീഴാതെ പിടിച്ചു നിർത്തിയിട്ട് ഗൂഢമായൊരു ചിരിയോടെ അലീന ചോദിച്ചു. ഇല്ലടി, എന്തോ ഉറക്കം വരുന്നു. ദേഹമാകെ ഭാരമില്ലാത്തൊരു അപ്പുപ്പന്താടി പോലെ. വല്ലാത്തൊരു സുഖം. മനസ്സ് ശരീരവും എന്തൊക്കെയോ കൊതിക്കും പോലെ. സാക്ഷി ലഹരിയിലേക്ക് ആഴ്ന്നു പോകുന്ന സമയം വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞു. എന്നാ വാ, നീ കുറച്ചു നേരം കിടന്നോ. അലീന അവളെ താങ്ങിപ്പിടിച്ച് പോളിൻ്റെ ഓഫീസ് റൂമിന് പിന്നിലായിട്ടുള്ള പ്രൈവറ്റ് റൂമിലേക്ക് കൊണ്ടുപോയി. എനിക്ക് പോളേട്ടനെ കാണാൻ തോന്നുന്നടി അലീന. നീ പോയി ആള് വന്നോ എന്നൊന്ന് നോക്കിയിട്ട് വാ. അലീനയുടെ കൈവിട്ട് ബെഡിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് സാക്ഷി പറഞ്ഞു. ഇനി നിന്റെ തീർക്കാൻ എൻ്റെ ജോണിച്ചനെ വിട്ടുതരാത്തത് കൊണ്ടേ ഉള്ളൂ. അലീന കടപ്പല്ല് ഞെരിച്ചു പിടിച്ച് ദേഷ്യം അമർത്തിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. അലീന, അതെന്ത് ജ്യൂസാണടി വല്ലാത്തൊരു പറഞ്ഞു തീർക്കും മുമ്പ് സാക്ഷി മയങ്ങിയിരുന്നു. ഹോ, ഇടുപ്പിൽ കൈവച്ച് നിന്ന് ശ്വാസം വലിച്ചു വിട്ടു അലീന. എന്തായി? അലീനയെ പിന്നിൽ നിന്ന് പുണർന്നുകൊണ്ട് പോൾ തിരക്കി. എന്താവാൻ, ദേ കിടപ്പുണ്ട്, സുഖ ഉറക്കം. ബെഡിൽ മലർന്നു കിടക്കുന്നവളെ വെറുപ്പോടെ നോക്കി അലീന പറഞ്ഞു. ഉറങ്ങട്ടെ, നല്ലോണം ഉറങ്ങട്ടെ. ഇനി അങ്ങോട്ട് ഇവൾക്ക് ഇങ്ങനെ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിലോ? ഇനി അധികം വൈകില്ല. പോൾ പുച്ഛത്തോടെ സാക്ഷിയെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു. അവൻ പറഞ്ഞതിന് അലീന മൂളിയതേ ഉള്ളൂ. നിനക്ക് മടുപ്പ് തോന്നുന്നുണ്ടോ അലീന? പോൾ അവളെ പൊതിഞ്ഞു പിടിച്ച് നെഞ്ചോട് ചേർത്തുകൊണ്ട് തിരക്കി. ഇല്ല, ഞാൻ വാക്ക് തന്നതല്ലേ അവസാനം വരെ എല്ലാത്തിനും കൂടെ ഉണ്ടാവുമെന്ന്. അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് നിന്ന് പറഞ്ഞ് അലീനയുടെ മൂർത്താവിൽ പോളിൻ്റെ ചുണ്ടുകൾ അമർന്നു. അമ്മ ഗൗരിയുടെ അടുത്തേക്ക് പോകാൻ ഇറങ്ങിയോ? അമൽ വാതിൽക്ക വന്നു നിന്ന് ദീപയോട് തിരക്കി. എന്തേ, പോകണ്ടേ? പേഴ്സ് കയ്യിലെടുത്തുകൊണ്ട് ദീപ അമലിനെ നോക്കി ചോദിച്ചു. അങ്ങനെയല്ലമ്മ, ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാം. അമൽ അമ്മയുടെ മങ്ങിയ മുഖത്തേക്ക് നോക്കി. വേണ്ട, ഞാൻ പൊയ്ക്കൊള്ളാം. നിങ്ങൾ രണ്ട് മക്കളും കാരണം എനിക്ക് ഇനി നാണം കെടേണ്ടി വരരുത്. അത് നിന്റെ ചേട്ടനോട് കൊടുവെന്ന് പറഞ്ഞേക്ക്. കടുപ്പത്തിൽ പറഞ്ഞിട്ട് ദീപ വാതിൽക്ക നിൽക്കുന്നവനെ കടന്ന് പുറത്തേക്ക് ഇറങ്ങി. അച്ചമ്മ പോയിട്ട് വരാം കേട്ടോ കാന്താരി. ആർദ്രയുടെ ഇടുപ്പിൽ പതുങ്ങിയിരിക്കുന്ന കുഞ്ഞിൻ്റെ കവളിൽ മുത്തി പറഞ്ഞിട്ട് ആർദ്രയെ ഒന്ന് തലയാട്ടി കാണിച്ച് ദീപ അഹല്യയിലേക്ക് തിരിച്ചു. അമലയുടെ ഇപ്പോൾ ഷോപ്പിൽ പോകുന്നില്ലേ? സെറ്റിയിൽ ആലോചനയോടെ ഇരിക്കുന്നവൻ്റെ അടുത്ത് വന്നിരുന്ന് ആർദ്ര ചോദിച്ചു. കുറച്ച് കഴിയട്ടെ, എന്തോ മനസ്സിനൊരു വല്ലായ്മ. അമൽ നെറ്റിയിൽ വിരലൊന്ന് ഓടിച്ചുകൊണ്ട് പറഞ്ഞു. തലവേദനയാണോ? ഞാൻ കടുപ്പത്തിലൊരു ചായ തരാം, ഇവളെ ഒന്ന് പിടിച്ചേ. മോളെ അവൻ്റെ മടിയിൽ വെച്ചു കൊടുത്തിട്ട് ആർദ്ര അടുക്കളയിലേക്ക് നടന്നു. ആ അമലേ, നീ പോയില്ലായിരുന്നോ? അരുൺ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കണക്കിന് ഡൈനിങ് ടേബിളിനരികിൽ കസേര വലിച്ചിട്ട് ഇരുന്നു കൊണ്ട് ചോദിച്ചു. പോകണം. മോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അമൽ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു. എന്താടാ, നിനക്ക് വയ്യേ? ഒച്ചയൊക്കെ അടഞ്ഞതുപോലെ. അമലിൻ്റെ ഒച്ച ഇടറിയതുപോലെ തോന്നിയിട്ട് അരുൺ ചോദിച്ചു. ഏട്ടന് എങ്ങനെ തോന്നി ഗൗരിയോട് കാശ് ചോദിക്കാൻ അമ്മയോട് പറയാൻ? വിവാഹത്തിന് മുമ്പോ അതിനുശേഷമോ നമ്മൾ അവളുടെ ഒരു കാര്യവും നോക്കിയിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ പോലും ചോദിക്കാൻ പാടില്ലായിരുന്നു. അമലുള്ളിലെ നീരസം മറച്ചു വെക്കാതെ പറഞ്ഞു. എടാ, അത് ഞാൻ അനിയൻ്റെ മുഖത്തെ ഇഷ്ടക്കേട് കണ്ട് അരുൺ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം ഇരുന്നു പോയി. ഒരത്യാവശ്യത്തിനല്ലേ അമലയെക്കുറിച്ച് കാശ് ചോദിച്ചത്? അത് ഇത്ര വലിയ തെറ്റാണോ? അല്ലെങ്കിൽ തന്നെ നിനക്കെന്തിനാ എത്ര ദേഷ്യം? അവൾ നിങ്ങളുടെ സ്വന്തം അനിയത്തിയൊന്നും അല്ലല്ലോ. അരുണിന് കഴിക്കാൻ വിളമ്പുന്നതിനിടെ ദേവിക നിസ്സാരമായി തിരക്കി. ഞാൻ എൻ്റെ ഏട്ടനോടാണ് സംസാരിച്ചത്. അതിന് മറുപടി ഏട്ടൻ പറയും. നിങ്ങൾ അതിൻ്റെ ഇടയിൽ വരരുത്. അമൽ ദേഷ്യത്തിൽ കുഞ്ഞുമായി എഴുന്നേറ്റിട്ട് പറഞ്ഞു. പിന്നെ എൻ്റെ ഭർത്താവിനെ ചോദ്യം ചെയ്യാൻ നീ ആളായോ?
ദേവിക പോരിന് തയ്യാറായതുപോലെ നിന്നു. ഡീ, നീ നിർത്തിക്കേ. അവൻ എന്നോടല്ലേ ചോദിച്ചത്, അതിന്റെ മറുപടി ഞാൻ പറഞ്ഞോളാം. പറ്റില്ല. ഇവളുടെ സീതമ്മ അവിടെ ഒട്ടി നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് സച്ചുവും ഗൗരിയും കൂടെ വാരിക്കോരി കൊടുക്കും. നമ്മൾ ഇനി ചോദിച്ചിട്ട് എന്തെങ്കിലും നമുക്ക് തരുമോ എന്നുള്ള കുശുമ്പാണ് ഇവന്. അല്ലാതെ ഇപ്പൊ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? നിന്നോടല്ലേടി നിർത്താൻ പറഞ്ഞത്? അന്ന് അവിടെ പോയിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് കാശിന്റെ കാര്യം വിട്ടേക്കാൻ. ഇപ്പൊ ആരോട് ചോദിച്ചിട്ടാണ് നീ അമ്മയെ വിളിച്ച് ഗൗരിയോട് പണം ചോദിക്കാൻ പറഞ്ഞത്? പറയടി, ഞാൻ പറഞ്ഞോ നിന്നോട് എനിക്ക് പണം വേണമെന്ന്? ദേവികയുടെ ഇരു കവളിലും മാറി മാറി അടിച്ചിട്ടായിരുന്നു അമലിന്റെ ചോദ്യം. അവന്റെ മുഖഭാവത്തിൽ മറുപടി പറയാൻ പോയിട്ട് ഒന്ന് അനങ്ങാൻ പോലും ഭയന്ന് ദേവിക തളർന്നു നിന്നുപോയി. അമലെ, ഞാൻ ഇവളോട് പണം ചോദിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. ഒരിക്കൽ ഇവള് പറഞ്ഞപ്പോൾ മിണ്ടാതെ ഇരുന്നു പോയി. അതെന്റെ തെറ്റ്. ഇനി ഇവൾ ഒരു കുഴപ്പവും ഉണ്ടാക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ പറഞ്ഞാൽ കേൾക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കൊണ്ടുപോയി അവളുടെ അപ്പൻ സുകുമാരനെ ഏൽപ്പിക്കും ഇവളെ ഞാൻ. അരുൺ വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞു. ദേവികയോ അമലോ പിന്നെ ഒന്നും മിണ്ടിയില്ല. നമ്മുടെ അവിടുത്തെ പൊന്നമ്മ ചേച്ചിയുടെ കടയിലെ രസവടയാണ്. പണ്ട് നിനക്കത് ഒത്തിരി ഇഷ്ടമായിരുന്നില്ലേ? കഴിച്ചു നോക്ക്. ഗൗരിയുടെ കയ്യിലേക്ക് ഒരു ചെറിയ കവർ വെച്ച് കൊടുത്തിട്ട് ദീപ പറഞ്ഞു. പിന്നെ ഇഷ്ടമാവാതെ? വൈകിട്ട് ഞാനൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ കായും മല്ലിയിലയും ഒക്കെ ചേർത്ത് നല്ല രസത്തിന്റെ മണം. ഹോ, കൊതിയായിട്ട് പാടില്ല. ഇതേ എനിക്ക് മാത്രമാണ്, ആരും നോക്കണ്ട, ഞാൻ തരൂല. ഗൗരി കൊതിയോടെ അത് വാങ്ങി മണപ്പിച്ച് നോക്കിയിട്ട് പറഞ്ഞു. അവളുടെ ആ പ്രവൃത്തിയൊക്കെ കണ്ട് സച്ചുവും സീതയും ദീപയും ഒക്കെ ചിരി അടക്കിയിരുന്നു. ഞങ്ങൾക്ക് ആർക്കും വേണ്ട, അത് മുഴുവനും നീ കഴിച്ചാൽ മതി. ഒരു ബൗളിൽ രസവും വടയും ചേർത്ത് വിളമ്പി വെച്ചിട്ട് ഒരു സ്പൂൺ കൂടെ കയ്യിൽ കൊടുത്തിട്ട് അവളുടെ കവളിൽ തലോടി സീത പറഞ്ഞു. യോ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. എനിക്കെല്ലാം ഒന്നും കഴിക്കാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാം. വട മുറിച്ച് രസം കൂടെ ചേർത്ത് അടുത്തിരിക്കുന്ന സച്ചുവിന്റെ നേരെ നീട്ടിക്കൊണ്ട് ഗൗരി പറഞ്ഞു. ആദ്യം എൻ്റെ ഗൗരി കഴിക്ക്, എന്നിട്ട് ഏട്ടൻ കഴിച്ചോളാം. ആ സ്പൂൺ തിരിച്ച് അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു സച്ചു. കൊള്ളാവോ? ഇഷ്ടമായോ ഗൗരി? പതിയെ ആസ്വദിച്ച് കഴിക്കുന്ന പെണ്ണിനോട് വാത്സല്യത്തോടെ സച്ചു ചോദിക്കുന്നത് കേട്ടുകൊണ്ട് സീതമ്മയും ദീപയും കൂടെ അടുക്കളയിലേക്ക് നടന്നു. നല്ലതാ, സച്ചുവേട്ടന് ഇഷ്ടമായോ? ഗൗരി വായ നിറച്ച് വെച്ചിട്ട് ചിരിയോടെ ചോദിച്ചു. കൊള്ളാം, സച്ചു സമ്മതിച്ചു. ഏട്ടാ, സച്ചുവേട്ടാ. ചിരിയോടെ സംസാരിച്ച് കഴിച്ചുകൊണ്ടിരുന്നവൾ പെട്ടെന്ന് വിളിച്ചതും ഫോണിൽ നോക്കിയിരുന്ന സച്ചു ഞെട്ടി അവളെ നോക്കി. സെറ്റിയിൽ അവൾ ഇരുന്ന ഭാഗത്ത് നിലത്തായി ഒഴുകി പരക്കുന്ന രക്തവും കൊഴുത്ത വെള്ളവും കണ്ട് വാട്ടർ ബ്രേക്കായെന്ന് മനസ്സിലായ സച്ചു പിടഞ്ഞെഴുന്നേറ്റു. സീതമ്മേ, വേഗം വായോ! സച്ചു ഉറക്കെ വിളിച്ചുകൊണ്ട് ഗൗരിയെ ചേർത്ത് പിടിച്ചു. അറിയാതെ പോയതാ സച്ചുവേട്ടാ. അവന്റെ കയ്യിൽ പിടിച്ച് ദയനീയമായി അവൾ പറഞ്ഞു. പേടിക്കല്ലേ, പേടിക്കല്ലേടാ. ഇത് യൂറിനല്ല, നമ്മുടെ വാവ വരാനായി. നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാം കേട്ടോ. ധൈര്യമായിട്ട് പോയിട്ട് വരണം. സച്ചുവേട്ടൻ നിന്റെ കൂടെയുണ്ട്. അവളുടെ മുഖത്ത് തെരുതെരു മുത്തിക്കൊണ്ട് അടക്കാനാവാത്ത സ്നേഹത്തോടെ, അതിയായ വാത്സല്യത്തോടെ, ഭ്രാന്തമായ പ്രണയത്തോടെ അവൻ പറഞ്ഞു. പോകാം മക്കളെ. കൊച്ചിനെ നടത്തണ്ട. എടുക്കാൻ പറ്റുമോ സച്ചു നിനക്ക്? സീത നിറഞ്ഞു തൂവുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് സച്ചുവിന്റെ തളർന്ന മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു. അവളെ ഞാൻ എടുത്തോളാം, നിങ്ങൾ രണ്ടാളും കയറിക്കോ. വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് സച്ചു ഗൗരിയെ കോരിയെടുത്തു. പേടിക്കല്ലേ ഗൗരി, ധൈര്യമായിട്ട് പോയിട്ട് വേഗം വരണം. നീ പറഞ്ഞില്ലേ ദേ പോയി ദാ വന്നുവെന്ന്, അതുപോലെ വേഗം വരണം. സച്ചുവേട്ടൻ നീയും നമ്മുടെ വാവയും മാത്രമേ ഉള്ളൂ, അതെപ്പോഴും ഓർക്കണം. ചുവന്ന് കലങ്ങിയ മിഴിയോടെ ഭയന്ന് അവന്റെ നെഞ്ചോടൊട്ടിച്ചേർന്ന പെണ്ണിനെ പൊതിഞ്ഞു പിടിച്ച് കാറിക്കൊണ്ടിരുത്തുമ്പോൾ പൊട്ടിവരുന്ന കരച്ചിൽ തൊണ്ടയിൽ ഞെരിച്ചമർത്തി സച്ചു അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു. സച്ചുവിന്റെ സർവ്വം തകർന്നതുപോലെയുള്ള ആ നിൽപ്പ് കണ്ട് ദീപയ്ക്ക് പോലും സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഗൗരി ഇവിടെ കൊണ്ടുവന്നിട്ട് അരമണിക്കൂറായതേ ഉള്ളൂ. ഈ നേരം കൊണ്ട് അവൻ ആകെ വാടി തളർന്നു പോയിരുന്നു. സച്ചു, നീ ഇങ്ങോട്ട് വന്ന് ഇരിക്കും മോനെ. ഇനിയും സമയമെടുക്കും. ആദ്യ പ്രസവമല്ലേ, വേദന തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ദീപ അവനെ ആശ്വസിപ്പിക്കാൻ എന്നവണ്ണം പറഞ്ഞു. ലേബർ റൂമിന്റെ അടഞ്ഞു കിടക്കുന്ന ആ വാതിൽ ഒന്നുകൂടെ നോക്കിയിട്ട് സച്ചു ഒന്ന് മൂളി. പിന്നെ മെല്ലെ വന്ന് സീതയുടെ അരികിൽ ഒഴിഞ്ഞുകിടന്ന കസേരയിലിരുന്നു. അവന്റെ തളർന്ന ഇരിപ്പും കലങ്ങി ചുവന്ന കണ്ണുകളും വിളറി വെളുത്ത മുഖവും കാണെ വെങ്കി ഒന്ന് വേഗം വന്നിരുന്നുവെങ്കിലെന്ന് പ്രാർത്ഥിച്ചു പോയി ഇരുവരും. ഇങ്ങോട്ട് വരുമ്പോഴുള്ള ഗൗരിയുടെ പേടിയും വേദനയും കരച്ചിലും ഒക്കെ ഓർക്കെ സച്ചുവിന്റെ മനസ്സും ദേഹവും ഒരുപോലെ തളർന്നു. ഇരു കൈകളും മുഖം താങ്ങി കുനിഞ്ഞിരുന്ന് വിങ്ങി പൊട്ടിയവൻ. അളിയാ! ഓടിപ്പാഞ്ഞു വന്ന വെങ്കി സച്ചുവിന്റെ അരികിലേക്ക് ഇരുന്ന് അവനെ തന്റെ ദേഹത്തോട് ചേർത്ത് ചുറ്റിപ്പിടിച്ചുകൊണ്ട് വിളിച്ചു. വെങ്കി, ഡാ, എന്റെ ഗൗരി, എനിക്ക് അവളില്ലാതെ പറ്റില്ല. എനിക്കെന്റെ ഗൗരിയെ വേണം വെങ്കി. വെങ്കിയെ കെട്ടിപ്പിടിച്ച് കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ ശ്വാസം കിട്ടാതെ പിടഞ്ഞുകൊണ്ട് സച്ചു പറഞ്ഞു. ഒന്നുമില്ല അളിയ, അവളിപ്പോ വാവയുമായി ഇങ്ങ് വരില്ലേ? അളിയ എങ്ങനെ തളർന്നാൽ ദേ അവർ അവിടെ പിടിച്ച് ട്രിപ്പിട്ട് കിടത്തും, പറഞ്ഞേക്കാം. അകത്ത് കിടന്ന് പ്രാണം പോകുന്ന വേദന തിന്നുന്നവളെ ഓർത്ത് നെഞ്ചു നീറുമ്പോഴും അതടക്കിപ്പിടിച്ച് തളർന്ന് തന്റെ തോളിൽ കിടക്കുന്നവനെ ആശ്വസിപ്പിച്ചു വെങ്കി. ഇല്ല വെങ്കി, എന്റെ കുഞ്ഞ്, അവൾക്ക് വല്ലാതെ വേദനിച്ച് കരഞ്ഞു. ബാക്കി പറയാൻ കഴിയാതെ സച്ചു പിടഞ്ഞു. അളിയ, ദേ നോക്ക് മനുഷ്യ, നിങ്ങളെപ്പോലെയുള്ള ഭർത്താക്കന്മാർ ധൈര്യത്തോടെയല്ലേ ഇരിക്കുന്നത്. അയ്യേ, ഇത് പുറമേ കാണുമ്പോൾ വലിയ ഗൗരവക്കാരൻ, ധൈര്യശാലി, എന്നിട്ടോ ദേ ഇരുന്ന് കരയുന്നു. വെങ്കി അപ്പുറവും ഇപ്പുറവും ഒക്കെ ഇരിക്കുന്നവരെ നോക്കിയിട്ട് സച്ചുവിന്റെ ചെവി രഹസ്യമായി കളിയാക്കും പോലെ പറഞ്ഞു. തളർച്ചയുടെ കസേരയിൽ ചാരി കണ്ണുകൾ അടച്ചിരുന്നു സച്ചു. വെങ്കി ഭയന്ന് തളർന്നിരിക്കുന്നവനെ അലിവോടെ നോക്കി.
അവനെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. ഗൗരിയുടെ ആളാരാ? ലേബർ റൂമിന്റെ വാതിൽ തുറന്ന് ഒരു നഴ്സ് അത് ചോദിച്ചതും മറ്റാരിലും മുന്നേ സച്ചു പിടഞ്ഞെഴുന്നേറ്റ് വന്നിരുന്നു. എന്താ? ഞാനാണ്. പറയുമ്പോൾ സച്ചുവിന്റെ ദേഹത്തിനൊപ്പം ശബ്ദവും വിറച്ചുപോയി. ഈ ആഭരണങ്ങൾ തരാൻ വിളിച്ചതാണ്. അവർ കയ്യിലിരുന്ന ഗൗരിയുടെ താലിമാലയും മോതിരവും വളയും പാദസരവും ഒക്കെ സച്ചുവിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, സിസ്റ്ററെ, എന്റെ ഗൗരി. സച്ചു തളർച്ചയോടെ ഭിത്തിയെ ചാരി നിന്ന് തിരക്കി. അടുത്തു നിന്ന വെങ്കി അവനെ ചേർത്ത് പിടിച്ചിരുന്നു. സച്ചുവിനും വെങ്കിക്കും പിന്നിൽ നിന്ന സീതയും ദീപയും അവരെന്താ പറയുന്നതെന്ന് അറിയാൻ ആകാംക്ഷയോടെ നോക്കി നിന്നു. പെയിൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും സമയമെടുക്കും കേട്ടോ. പേടിക്കേണ്ട, ഗംഗ ഡോക്ടർ ആ കുട്ടിയുടെ കൂടെ തന്നെയുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാം. സച്ചുവിന്റെ ചോദ്യവും നിൽപ്പും കണ്ടിട്ട് പറയാതിരിക്കാൻ അവർക്കായില്ല. ഡോർ അടച്ച് അവർ പോയത് കണ്ടിട്ടാണ് സച്ചു തിരികെ വന്ന് വീണ്ടും കസേരയിലിരുന്നത്. ഇത് ബാഗിൽ വെച്ചേക്ക് സീതമ്മേ. കയ്യിലിരുന്ന ആഭരണങ്ങൾ നിറമിഴികൾ ഒപ്പുന്ന സീതയെ ഏൽപ്പിച്ചു സച്ചു. മോനെ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ ഗൗരി വാവയുമായി ഇങ്ങ് വരും. അവന്റെ ഇരിപ്പ് കണ്ട് വിഷമത്തോടെ സീത പറഞ്ഞു. ഈ നിമിഷങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല സച്ചു. ഒരു കുഞ്ഞിനെ ലോകം കാണിക്കാൻ അമ്മ കുറേയേറെ മണിക്കൂറുകൾ വേദന തിന്നേ പറ്റൂ. സീതയ്ക്ക് അടുത്തിരുന്നു കൊണ്ട് ദീപയും പറഞ്ഞു. എനിക്കറിയാം. എങ്കിലും എന്തോ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. തലയിൽ കൈതാങ്ങിയിരുന്നു കൊണ്ട് സച്ചു പറഞ്ഞു. ഒന്നുമില്ലളിയ, ഇങ്ങനെ ഇരുന്ന് ടെൻഷൻ അടിച്ചാൽ BP കൂടുവേ. നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നു എന്നെങ്ങാനും അറിഞ്ഞാൽ നമ്മുടെ ഗൗരി കൂടുതൽ തളരില്ലേ? അവളെ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞിട്ട് അളിയെ ഇങ്ങനെ തളർന്ന് പിന്നെ എങ്ങനെയാ? സച്ചുവിന്റെ തോളിൽ തലോടിക്കൊണ്ട് വെങ്കി പറഞ്ഞു. അവൻ പറയുന്നത് കേൾക്കെ ഒന്നുമില്ലെന്ന് കണ്ണു ചിമ്മി കാണിച്ച് നിവർന്നിരുന്നു കണ്ണുകൾ അടച്ചു സച്ചു. മണിക്കൂറുകൾ, നീണ്ട 4 മണിക്കൂറുകൾ. ഗൗരിക്ക് പെയിനുണ്ട്, കുറച്ചുകൂടെ കഴിയും എന്നൊക്കെയുള്ള വാക്കുകളല്ലാതെ മറ്റൊന്നും അറിയാത്ത 4 മണിക്കൂറുകൾ കഴിഞ്ഞു. ഇതിനിടെ രമയും റോഷനും മാധവനും സജീവും ഒക്കെ ഹോസ്പിറ്റലിലെത്തി. എല്ലാവരുടെ ഉള്ളിലും ഒരൊറ്റ പ്രാർത്ഥന മാത്രം. അമ്മയും കുഞ്ഞിനെ ഒരു കേടും കൂടാതെ ഇങ്ങ് തന്നേക്കണേ എന്നൊരു പ്രാർത്ഥന മാത്രമായിരുന്നു. സഞ്ജയ്. ലേബർ റൂമിന്റെ വാതിൽ തുറന്നിറങ്ങി വന്ന ഡോക്ടർ ഗംഗ വിളിച്ചതും എല്ലാവരും കൂടെ ഓടിപ്പാഞ്ഞ് അങ്ങോട്ടെത്തി. ഡോക്ടർ, എന്റെ ഗൗരി. സച്ചു അതായിരുന്നു ചോദിച്ചത്. ഏയ് റിലാക്സ് സഞ്ജയ്, ഗൗരി പ്രസവിച്ചു. മോളാണ് കേട്ടോ. ഗൗരി ഇപ്പോൾ മയക്കത്തിലാണ്. ഇനി 2 മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ട് റൂമിലേക്ക് മാറ്റും. ആളെ അപ്പോൾ കാണാം. ഇപ്പോൾ കുഞ്ഞിനെ വാങ്ങിക്കോളൂ. തൂവെള്ള നിറത്തിലെ മൃദുവായ ടവലിൽ പൊതിഞ്ഞ ചുവന്ന തൊടുത്ത ഒരു സുന്ദരി കുടുക്കയെ നഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങി സച്ചുവിന് നേരെ നീട്ടി ഡോക്ടർ പറഞ്ഞു. നമ്മുടെ രാജകുമാരിയെ വാങ്ങിക്കളിയാ. ഉള്ളു തിങ്ങി വിങ്ങുന്ന സന്തോഷം അടക്കാൻ കഴിയാതെ വെങ്കി പറഞ്ഞു. സീതാമ്മ വാങ്ങിയാൽ മതി. വിറയാർന്ന ശബ്ദത്തിൽ സച്ചു പറയുന്നത് കേട്ട് സീത ഞെട്ടലോടെ എല്ലാവരെയും നോക്കി. വാങ്ങിക്ക് സീതേ, ഈ കുഞ്ഞിനെ കൈനീട്ടി വാങ്ങാൻ ഏറ്റവും യോഗ്യത നിനക്ക് തന്നെയാണ്. സച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാധവൻ പറഞ്ഞു. തുളുമ്പി ഒഴുകുന്ന കണ്ണുകൾ തുടയ്ക്കുക പോലും ചെയ്യാതെ സീത ഇരുകൈയും നീട്ടി ആ പൊന്നോമനെ വാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മോൾ അമ്മയെ എത്തിരി ഒന്ന് വിഷമിപ്പിച്ചു കേട്ടോ സച്ചു. പക്ഷേ C-സെക്ഷൻ വേണ്ടിവരുമെന്ന് ഉറപ്പിച്ച നിമിഷം ആളിങ്ങ് പോന്നു. എല്ലാവരെയും കണ്ടിട്ട് കുഞ്ഞിനെ രമ്യ ഏൽപ്പിക്കണം. പിന്നെ അമ്മയും കുഞ്ഞിനെ റൂമിൽ കൊണ്ടുവരുമ്പോൾ കാണാം. ചിരിയോടെ പറഞ്ഞിട്ട് ഡോക്ടർ നടന്നകന്നു. ചുണ്ടും മൂക്കും ഒക്കെ ഗൗരിയെപ്പോലെ അല്ലേ സീതേ? നെറ്റിയും താടിയും സച്ചുവിൻ്റെ പോലെ, മാധവൻ പറഞ്ഞു. എല്ലാവരും കുഞ്ഞിനെ സന്തോഷത്തോടെ തൊട്ടും തലോടി നോക്കിക്കൊണ്ട് അഭിപ്രായം പറയുമ്പോൾ സച്ചുവിന്റെ കണ്ണുകൾ ആ ലേബർ റൂമിന്റെ അടഞ്ഞ വാതിൽ തന്നെയായിരുന്നു. മനസ്സ് അതിനുള്ളിൽ വേദന തിന്ന് മയങ്ങുന്ന തന്റെ പ്രാണന്റെ അരികിലായിരുന്നു.